എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തേത് വൈകുന്നേരം ചായയ്ക്ക് 2 ഉരുളക്കിഴങ്ങും അതേപോലെ തന്നെ സവാളയും കൊണ്ടൊക്കെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന നല്ലൊരു കറുമുറ എന്നുള്ള സ്നാക്സിന്റെ റെസിപ്പി ആട്ടോ. വൈകുന്നേരം ചൂടൻ ചായയുടെ കൂടെ നല്ലൊരു സോസിന്റെ ഒക്കെ കൂടെ കഴിക്കാനായിട്ട് അടിപൊളി സ്നാക്സ് തന്നെയാണ്. അപ്പോൾ സമയം ഒട്ടും തന്നെ കളയാതെ നമുക്ക് കണ്ടു നോക്കിയാലോ എങ്ങനെയാണ് നമ്മുടെ റെസിപ്പി ചെയ്തിരിക്കുന്നതെന്ന്. അപ്പോൾ നമ്മൾ സ്നാക്സ് റെഡിയാക്കി എടുക്കാനായിട്ട് 2 മീഡിയം സൈസുള്ള സവാളയും അതേപോലെ തന്നെ 2 ഉരുളക്കിഴങ്ങും ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെയ്യേണ്ടത് ഈ 2 സവാളയുടെയും അതേപോലെ തന്നെ ഉരുളക്കിഴങ്ങിൻ്റെ ഒക്കെ തൊലിയൊക്കെ നന്നായിട്ട് കളഞ്ഞ് ശരിക്കും കഴുകി നീളത്തിൽ തീരെ കനം കുറച്ചിട്ട് ഒന്നിങ്ങ് കട്ട് ചെയ്തെടുക്കലാണ് ചെയ്യുന്നത്. നീളത്തിൽ തീരെ കനം കുറച്ചിട്ട് കട്ട് ചെയ്തെടുക്കുമ്പോഴായിരിക്കും ഫ്രൈ ഒക്കെ ചെയ്യാനാണെന്നുണ്ടെങ്കിലും നല്ല എളുപ്പം ഉണ്ടാവുക. മാത്രമല്ല ഉള്ളൊക്കെ ആണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് വെന്ത് വരാനായിട്ട് എളുപ്പം ഉണ്ടാവുന്നത് തീരെ കനം കുറച്ച് കട്ട് ചെയ്തെടുക്കുമ്പോഴായിരിക്കും കേട്ടോ. തൊലിയൊക്കെ കളഞ്ഞ് നമ്മൾ ഇതേപോലെ ഇങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഉരുളക്കിഴങ്ങ് അരിഞ്ഞിട്ട് നേരെ ഒരു ബൗളിൽ കുറച്ച് വെള്ളത്തിലേക്ക് വേണോട്ടോ ഇട്ട് വെക്കാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉരുളക്കിഴങ്ങിൽ കറ വരും. നമ്മൾ ബാക്കി എല്ലാ ഉരുളക്കിഴങ്ങും അരിഞ്ഞ് വരുന്നത് വരെ ഇതുപോലെ തന്നെ ഡ്രൈ ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു കറ വരും. അപ്പോൾ നേരെ കുറച്ച് വെള്ളത്തിൽ നമ്മളങ്ങ് ഇട്ട് വെച്ചാൽ മാത്രം മതിയാവും. എല്ലാ ഉരുളക്കിഴങ്ങും നന്നായിട്ട് തന്നെ അരിഞ്ഞ് ഒരേ വലിപ്പത്തിൽ അരിഞ്ഞ് ശരിക്കും കഴുകി ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം വലിപ്പമുള്ളൊരു ബൗൾ തന്നെ എടുക്കണേ. ഇനി വേണ്ടത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മീഡിയം സൈസിലെ 2 സവാളയും ഒരേ വലിപ്പത്തിൽ നീളത്തിൽ ഒന്നങ്ങ് കട്ട് ചെയ്തിട്ട് ചേർക്കുകയാണ് ചെയ്യുന്നത്. തീരെ തീപ്പെട്ടി കനം പോലെ നമ്മൾ നന്നായിട്ട് തന്നെ നൈസ് ആയിട്ടാട്ടോ അരിഞ്ഞിരിക്കുന്നത്. നമ്മുടെ സവാളയും അതേ വലിപ്പത്തിൽ തന്നെ അരിഞ്ഞിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ചേരുവകളൊക്കെയും ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഒരു 2 കറിവേപ്പില ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തും 2 പച്ചമുളകും അതേപോലെ തന്നെ ഒരേ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റോ അല്ലാന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഇതേപോലെ ചതച്ചെടുത്തോ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നല്ലൊരു ടേസ്റ്റിന് വേണ്ടി ഒരു ചെറിയൊരു പിടി മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയില കുറച്ച് അധികം തന്നെ കട്ട് ചെയ്തിട്ട് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് മുളക് പൊടിയും കൂടെ തന്നെ മഞ്ഞൾപ്പൊടിയും ഇതേപോലെ കുറച്ച് ഏകദേശം ഒരു 3/4 ടീസ്പൂണിൻ്റെ അടുത്തുണ്ടാവും ഗരം മസാലയും അതേപോലെ തന്നെ മല്ലിപ്പൊടിയും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ മുളക് പൊടിയുടെ എരിവൊന്ന് നോക്കിയിട്ട് വേണം മുളകും കൂടി ചേർത്ത് കൊടുക്കാനായിട്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഇതെല്ലാം കൂടി കൈവച്ച് നന്നായിട്ട് തന്നെ ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഞാനിതെല്ലാം കൂടി മിക്സ് ചെയ്തപ്പോൾ ബൗൾ കുറച്ച് ചെറുതായിപ്പോയി. അതുകൊണ്ട് അത്യാവശ്യം വലിപ്പമുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ സവാളയിൽ നിന്നാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ ഉരുളക്കിഴങ്ങ് നിന്നൊക്കെ ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നന്നായിട്ട് വെള്ളം ഒന്ന് ഇറങ്ങി വരും. അതുകൊണ്ട് വേറെ എക്സ്ട്രാ വെള്ളം ഒന്നും തന്നെ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തിട്ട് നേരെ വെള്ളത്തിലാണല്ലോ കുറച്ച് നേരം ഇട്ട് വെച്ചത്. അപ്പം എന്താണെന്നുണ്ടെങ്കിലും ആ വെള്ളം കുറച്ചുണ്ടാവും. അതുകൊണ്ട് വേറെ വെള്ളമൊന്നും ചേർക്കാതെ ഇതേപോലെ നന്നായിട്ട് തന്നെ ഒന്നിങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാ മസാലയായിട്ട് നന്നായിട്ടൊന്ന് യോജിക്കുന്ന രീതിയിൽ. ഇനിയിപ്പോൾ കോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് കടലമാവും അതേപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് അരിപ്പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യമേ ഇത്രയും ചേർത്ത് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക. അതിനുശേഷം കോട്ടിങ് കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ കടലമാവോ അല്ലാന്നുണ്ടെങ്കിൽ അരിപ്പൊടിയോ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ആവശ്യത്തിന് നോക്കിയിട്ട് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. കണ്ടോ, ഇതേപോലെ എല്ലാം കൈവച്ച് നന്നായിട്ട് തന്നെ ഒന്നും കൂടെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. കയ്യിലിതായി ഇതേപോലെ എടുത്ത് നോക്കുമ്പോൾ ഇങ്ങ് വിട്ടൊന്നും പോരാതെ കറക്റ്റായിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. കണ്ടോ, ഇത് മതിയാവും. അപ്പം ഇനി പൊട്ടും തന്നെ സമയമൊന്നും കളയാതെ നേരെ ചൂടായ ഓയിലിലേക്കിട്ട് നമുക്കങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്ര സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന നല്ലൊരു മിക്സ് തന്നെയാണ്. നമ്മുടെ സവാളയുടെയും ഉരുളക്കിഴങ്ങിൻ്റെയും കൂടെ നല്ലൊരു ടേസ്റ്റിന് വേണ്ടി ബാക്കി നമ്മുടെ വീട്ടിലുള്ള ചെറിയ ചെറിയ ചേരുവകൾ മാത്രമേ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഓയിലൊക്കെ നന്നായിട്ട് ചൂടായി കഴിഞ്ഞപ്പോൾ ഇതേപോലെ കയ്യിൽ കുറച്ചെടുത്ത് ഒരുപാട് കനമൊന്നുമില്ലാതെ തീരെ കനം കുറച്ചിട്ട് ഇതേപോലെ ഓയിലിലേക്കിട്ട് ഒന്നിങ്ങ് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഗ്യാസ് എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിൽ മാത്രം വെച്ചിരുന്നാൽ മതി കേട്ടോ. ഒരുപാട് ഹൈ ഫ്ലെയിമിലും വെക്കേണ്ട, അതേപോലെ തന്നെ ലോ ഫ്ലെയിമിലൊന്നും വെക്കേണ്ട. ഒരു വശമൊക്കെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നപ്പോൾ ഇതേപോലെ തിരിച്ചിട്ട് മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് 2 വശം നല്ലോണം മൊരിഞ്ഞ് വരുമ്പോൾ ഉള്ളൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നു കഴിയുമ്പോൾ കോരിയെടുത്ത് മാറ്റി വെക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ നന്നായിട്ട് തന്നെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഒരുപാട് കളറൊന്നും മാറാതെ കരിഞ്ഞൊന്നും പോകാതെ അടിപൊളിയായിട്ട് തന്നെ 2 വശം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്ര സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പി കേട്ടോ. ഓയിലിലേക്ക് ഇടുമ്പോൾ ഒരുപാട് കനത്തിലിട്ട് വരുത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉള്ളൊക്കെ ആണെന്നുണ്ടെങ്കിലും വെന്ത് വരാനായിട്ട് ഭയങ്കര പാടായിരിക്കും. ഇതിപ്പോൾ ഉരുളക്കിഴങ്ങും സവാളയൊക്കെ ഒരേ കനത്തിൽ അരിഞ്ഞതുകൊണ്ട് പെട്ടെന്ന് വെന്ത് വരികയും ചെയ്യും കേട്ടോ. ഒരു ബാച്ച് നമ്മൾ എടുത്ത് മാറ്റിയിട്ട് അടുത്തതും ഇതേപോലെ തന്നെ നല്ല ചൂടായ ഓയിലിലേക്കിട്ട് വീണ്ടും ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ ദാ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്നാക്സിന്റെ പരിപാടി എന്ന് പറയുന്നത്. വൈകുന്നേരം നല്ല ചൂടൊരു ചായയുടെയും അതേപോലെ തന്നെ നല്ലൊരു ടൊമാറ്റോ സോസിന്റെയോ ചില്ലി സോസിന്റെയോ ഒക്കെ കൂടെ അടിപൊളിയായിട്ട് ഇരുന്ന് കഴിക്കാവുന്നതേ ഉള്ളൂ. ഒരുപാട് അങ്ങോട്ട് തണുത്ത് പോയി കഴിഞ്ഞാൽ ആ ഒരു മുരുമുരുപ്പൊക്കെ അങ്ങോട്ട് മാറിയിട്ട് ആകെ അങ്ങോട്ട് തണുത്ത് പോകും. അതുകൊണ്ട് കഴിക്കാൻ നേരത്തെ ഇച്ചിരി ചൂടോട് കൂടി കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ദാ 2 ഉരുളക്കിഴങ്ങിനും 2 സവാളയിന്നും ഒരു പ്ലേറ്റ് നിറയെ തന്നെ സ്നാക്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കുട്ടി കുട്ടി സ്നാക്സ് പോലത്തെ സ്നാക്സ് ആയിട്ടോ കിട്ടിയിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ വൈകുന്നേരം ചായക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസ് ഒക്കെ മറക്കാതെ അറിയിക്കുക. അതേപോലെ തന്നെ വീഡിയോ റെസിപ്പി ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയറും കൂടി ചെയ്യാനും, ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ. അപ്പോൾ നമ്മുടെ ഈ സ്നാക്സ് കൂടാതെ വേറെയും ഇതേപോലെ ഏറ്റവും സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന ഒരുപാട് സ്നാക്സ് റെസിപ്പീസ് വേറെയും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിക്കോളൂ കേട്ടോ. ഉള്ളൊക്കെ ആണെന്നുണ്ടെങ്കിലും നന്നായിട്ട് വെന്ത് സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന സ്നാക്സ് തന്നെയാണ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നമുക്കിതാ ഇതേപോലുള്ള പുതിയ പുതിയ നല്ല അടിപൊളി വീഡിയോസും റെസിപ്പീസും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നമ്മുടെ ഈ സ്നാക്സ് ഒക്കെ കഴിച്ച് നല്ല ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് സേഫ് ആയിട്ട് ഇരിക്കുക കേട്ടോ. ബൈ.